രക്തരൂക്ഷിതമായ 15 മാസത്തിനു ശേഷം പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. കരാറിന്റെ ഭാഗമായുള്ള ബന്ദികളുടെ കൈമാറ്റവും തുടങ്ങി. ഹമാസിന്റെ തടവിലുണ്ടായിരുന്ന 3 പേരെയാണ് ആദ്യഘട്ടത്തിൽ റെഡ് ക്രോസിന് കൈമാറിയത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, 15 മാസത്തിന് ശേഷം സമാനതകളില്ലാത്ത യുദ്ധത്തിന് ശേഷം ഏറ്റവും ഒടുവിൽ സമാധാനത്തിന്റെ വാർത്തകൾ തന്നെയാണ് നമ്മളെ തേടിയെത്തുന്നത്. ഗസയിൽ സമാധാനം പുലർന്നു എന്ന റിപ്പോർട്ടുകളാണ്. എന്തായാലും ഏറ്റവും ഒടുവിലായി ആദ്യഘട്ടത്തിൽ തന്നെ കൈമാറുന്നത് 3 ബന്ദികളെ കൈമാറിയിരിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ കൈമാറ്റം എപ്പോഴായിരിക്കും? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അതോടൊപ്പം തന്നെ നമുക്ക് സമാധാനം പുലർന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരു ഘട്ടം തന്നെയാണോ ഇത്? ഹിമ സൂചിപ്പിച്ചതുപോലെ തന്നെ 15 മാസം നീണ്ടു നിന്നിരുന്ന യുദ്ധത്തിന് ശേഷം ഇപ്പോൾ ഗസയിൽ സമാധാനം പുലർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഈ വെടിനിർത്തൽ കരാറിന് മുന്നോടിയായിട്ട് ധാരണ ഒപ്പുവെച്ചിരുന്നു. ആ ഒപ്പുവെച്ചിരുന്ന ധാരണയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ 3 ബന്ദികളെ ഇപ്പോൾ ഹമാസ് കൈമാറിയിരിക്കുന്നത്. ഇസ്രയേൽ പൗരരായ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 15 മാസമായിട്ട് ഹമാസിന്റെ തടവിലായിരുന്ന 3 ബന്ദികളെയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അത് ഇസ്രയേൽ ഭരണകൂടവും അതുപോലെ തന്നെ റെഡ് ക്രോസും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. ഇവരുടെ പേര് വിവരങ്ങളും പുറത്തുവിടുന്നുണ്ട്. 3 സ്ത്രീകളെയാണ് ഇപ്പോൾ ആദ്യമായി ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. ഡോറോൺ, എമിലി, അതുപോലെ തന്നെ റോമി എന്നീ 3 സ്ത്രീകളെയാണ് വിട്ടയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെടിനിർത്തൽ കരാർ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് വെടിനിർത്തൽ വരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഒരു 3 മണിക്കൂറോളം ഇത് വൈകി. ഈ വൈകിയ വേളയിലും ഇസ്രായേൽ വെടിവെപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാന നിമിഷം വരെയും, അതായത് വെടിനിർത്തൽ കരാർ വരുന്ന അവസാന നിമിഷം വരെയും ഈ ഒരു യുദ്ധസമാനമായ രീതി അല്ലെങ്കിൽ വെടിനിർത്തൽ അവിടെ വെടിവെപ്പ് അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ സമാധാനം കാത്തു കഴിഞ്ഞിരുന്ന 19 പേരും കൂടെ ഇന്നത്തെ ദിവസം അവിടെ മരിച്ചു എന്നാണ് ഇപ്പോൾ ഹമാസ് വൃത്താന്തങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഖത്തറിൻ്റെ മധ്യസ്ഥതയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നത്. ഖത്തറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഈ കരാറിൻ്റെ ഒരു നിലവിൽ ഇപ്പോൾ ഈ കരാറിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് 3 ഘട്ടമായിട്ടായിരിക്കും ഈ ഒരു വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോവുക. അതിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 42 ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യ ഘട്ടമായിരിക്കും. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ കൂടുതൽ ബന്ദികളെ വിട്ടയക്കുക, 2 കൂട്ടരുടെയും ഭാഗത്തുള്ള ബന്ദികളെ വിട്ടയക്കുന്നത്, അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റം. ഇപ്പോൾ നിലവിൽ അവിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു പിന്മാറ്റം നടന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഉണ്ടാവും. പല പ്രവിശ്യകളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറും. അതുപോലെ തന്നെ ഈ കാത്തുകിടക്കുന്ന 100ഓളം സഹായ ട്രക്കുകളുണ്ട്. റഫ അതിർത്തിയിൽ കാത്തുകിടക്കുന്ന 100ഓളം സഹായ ട്രക്കുകളുണ്ട്. ഈ ട്രക്കുകൾ ഫലസ്തീനിലേക്ക് കടത്തിവിടണം, ഇതെത്തണം, ഇതിൻ്റെ സഹായം ലഭിക്കണം. അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇത് മുൻനിർത്തിയായിരിക്കും 3 ഘട്ടങ്ങളായിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ ആദ്യത്തെ ഘട്ടം 42 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അമേരിക്കയിൽ ട്രംപ് തിരിച്ചു വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിലും രൂക്ഷമായിട്ട് നമുക്ക് പറയേണ്ടത്, ഈ കരാറിനെ എതിർത്തുകൊണ്ട് ഈ ഇസ്രായേൽ മന്ത്രിസഭയിൽ ഇപ്പോൾ മന്ത്രിമാരുടെ ഒരു രാജി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റമീർ ബെൻഗീർ രാജിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു 3 മന്ത്രിമാരും രാജിവെച്ചതായിട്ട് അനൗദ്യോഗികമായ വിവരങ്ങളുണ്ട്. ഇവർ തിരിച്ച് മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ, തിരിച്ച് വീണ്ടും യുദ്ധം തുടങ്ങിയാൽ മാത്രമേ തിരിച്ച് വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ ഇവർ മന്ത്രിസഭയെ അറിയിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരം. അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സമാധാനം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളതും നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും സമാധാനം പുലർന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി ഗസയിൽ നിന്നും പുറത്തുവരുന്നത്. കരാറിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ എന്നോണം 3 വനിതാ തടവുകാരെ മോചിപ്പിച്ചിരിക്കുകയാണ്.